ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 8-ാമത്തെ അധ്യായം. ധ്രുവ മഹാരാജാവ് ഭവനം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നു. ശ്ലോകം 46 മുതൽ 50 വരെ വായിക്കാം. തരുണം രമണീയാംഗം അരുണോഷ്ഠേക്ഷണാധരം പ്രണതാശ്രയണം നിമ്നം ശരണ്യം കരുണാർണവം. ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം ശംഖചക്രകഥാപത്മൈ അഭിവ്യക്ത ചതുർഭുജം. കിരീടിനം കുണ്ടലിനം കേയൂരവലയാന്വിതം കൗസ്തുഭാഭരണഗ്രീവം പീതകൗശേയവാസസം. കാഞ്ചീകലാപപര്യസ്തം ലസത്കാഞ്ചനനൂപുരം ദർശനീയതമം ശാന്തം മനോനയനവർദ്ധനം. പദ്ഭ്യാം നഗമണിശ്രേണ്യ വിലസദ്ഭ്യാം സമർച്ചതാം ഹൃത്പത്മകർണികാധിഷ്ണ്യം ആക്രമ്യാത്മന്യവസ്ഥിതം. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ബേബി മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4:1 അധ്യായം 8. ധ്രുവ മഹാരാജാവ് ഭവനം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നു. ശ്ലോകം 46. തരുണം രമണീയാംഗം അരുണാഷ്ടേക്ഷണാദരം പ്രണതാശ്രയണം നൃണാം ശരണ്യം കരുണാർണവം. ഹരേ കൃഷ്ണ. ശ്ലോകം 46. വിവർത്തനം. നാരദമുനി തുടർന്നു. ഭഗവാന്റെ രൂപം എപ്പോഴും യൗവനം തികഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഓരോ അംഗവും ഭാഗവും അന്യൂനമായി രൂപീകരിക്കപ്പെട്ടതാണ്. കണ്ണുകളും ചുണ്ടുകളും ഉദയാർക്കനെ പോലെ അരുണാഭമാണ്. സമർപ്പിതാത്മാക്കൾക്ക് അഭയം നൽകാൻ സർവദാ സന്നദ്ധനായ ഭഗവാനെ വീക്ഷിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നവർക്ക് എല്ലാവിധത്തിലുമുള്ള സംതൃപ്തിയും അനുഭവപ്പെടും. സമർപ്പിതാത്മാവിന്റെ ഗുരുവും യജമാനനുമാകാൻ എല്ലാവിധത്തിലും അർഹനാണ് അദ്ദേഹം. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം കാരുണ്യത്തിന്റെ കടലാകുന്നു. ശ്ലോകം 47. ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം ശംഖചക്രഗദാപത്മേ അഭിവ്യക്ത ചതുർഭുജം. വിവർത്തനം. ഭാഗ്യദേവതയുടെ ഇരിപ്പിടമായ വക്ഷസ്സിൽ ശ്രീവത്സമുദ്രയോട് കൂടിയവനെന്നും നീലക്കാർവർണനെന്നും കൂടുതലായി വിശേഷിപ്പിക്കപ്പെട്ട ഭഗവാൻ ഒരു വ്യക്തിയും കഴുത്തിൽ പുഷ്പഹാരമണിഞ്ഞവനും ശാശ്വതമായി ചതുർഭുജനും ആ 4 കരങ്ങളിൽ ഓരോന്നിലും താഴത്തെ ഇടത്തെ കൈ മുതൽ ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവകളോട് കൂടിയവനുമാകുന്നു. ശ്ലോകം 48. കിരീടിനം കുണ്ടലിനം കേയൂരവലയാന്വിതം കൗസ്തുഭാഭരണഗ്രീവം പീതകൗശേയവാസനം. വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വാസുദേവൻ സർവാംഗം അലങ്കൃതനാണ്. അമൂല്യങ്ങളായ രത്നങ്ങൾ പതിച്ച കിരീടവും കണ്ഠാഭരണങ്ങളും കരവളകളും ധരിച്ച് മഞ്ഞപ്പട്ടുടയാടകൾ അണിഞ്ഞ അദ്ദേഹത്തിന്റെ കഴുത്തിൽ കൗസ്തുഭ രത്നവുമുണ്ട്. ഹരേ കൃഷ്ണ. ശ്ലോകം 49. കാഞ്ചീ കലാപപര്യസ്തം
ലസത് കാഞ്ചനനൂപുരം ദർശനീയതമം ശാന്തം മനോനയനവർദ്ധനം. വിവർത്തനം. ഭഗവാന്റെ അരക്കെട്ട് ചുറ്റിനും ചെറിയ സ്വർണമണികളാലും പങ്കജപാദങ്ങൾ സ്വർണ കാൽച്ചിലങ്കകളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശാരീരിക ലക്ഷണങ്ങളെല്ലാം വളരെ ആകർഷകങ്ങളും നയനാനന്ദകരങ്ങളുമാണ്. അദ്ദേഹം സദാ സമാധാനപൂർണനും ശാന്തനും കണ്ണിനും മനസ്സിനും ആനന്ദമേകുന്നവനുമാണ്. ശ്ലോകം 50. പദ്ഭ്യാം നഗമണിശ്രേണ്യ വിലസദ്ഭ്യാം സമർച്ചതാം ഹൃത്പത്മകർണികാധിഷ്ണ്യാം ആക്രമ്യാത്മന്യവസ്ഥിതം. വിവർത്തനം. യഥാർത്ഥ യോഗികൾ അവരുടെ ഹൃദയത്തിലെ താമരയുടെ പുഷ്പമണ്ഡലത്തിൽ രത്നശോഭയുള്ള കാൽവിരൽ നഖങ്ങളുടെ പ്രകാശത്താൽ സ്വന്തം പാദപങ്കജങ്ങളെ പ്രകാശിപ്പിച്ചു നിലകൊള്ളുന്ന ഭഗവാന്റെ അതീന്ദ്രിയ രൂപത്തെ ധ്യാനിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ബേബി മാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ നാരദ മഹർഷി ധ്രുവ മഹാരാജാവിന് ഭഗവാൻ വാസുദേവനെ ഭജിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകി. ഒരു വ്യക്തിക്ക് ജീവിത വിജയം നേടുന്നതിന്, ധർമാർത്ഥ കാമമോക്ഷങ്ങൾ നേടുന്നതിന് പോലും ഭഗവാന്റെ അനുഗ്രഹം ആവശ്യമാണ്. ആത്മീയമായിട്ടുള്ള നേട്ടത്തിന് മാത്രമല്ല, ഭൗതികമായിട്ടുള്ള ഈ ലോകത്തും നമ്മൾക്ക് സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ, ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ആവശ്യമാണ് എന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ധ്യാനയോഗത്തിലൂടെ ഭഗവാനെ ആരാധിക്കുന്നതിനുള്ള പദ്ധതിയും നാരദ മഹർഷി നിർദ്ദേശിച്ചു. അതിനായി വൃന്ദാവനത്തിലെ മധുവനത്തിൽ ഇരുന്നു കൊണ്ട്, പുണ്യമായിട്ടുള്ള മധുവനത്തിൽ എപ്പോഴും ഭഗവാന്റെ സാന്നിധ്യം നിത്യതാഹരെ, എപ്പോഴും ഭഗവാന്റെ സാന്നിധ്യമുള്ള മധുവനത്തിൽ ഇരുന്നു കൊണ്ട് യമുനാ നദിയുടെ കേക്കാൻ വയ്യ പ്രഭു, കേക്കണില്ല. ഹരേ കൃഷ്ണ. കേൾക്കാനില്ലേ പ്രഭുജി? ഹരേ കൃഷ്ണ. അയ്യോ പ്രഭുജി, ലെഫ്റ്റ് ആയില്ലോ നെറ്റ് ഇഷ്യൂ. അപ്പോൾ മധുവനത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ ധ്യാനിക്കുന്നതിനായിട്ടാണ് നാരദ മഹർഷി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ധ്യാനയോഗത്തിലൂടെ ഭഗവാന്റെ രൂപം ധ്യാനിച്ചുകൊണ്ട് ഭഗവാൻ ആരാധിക്കുന്നതിനായിട്ട് നാരദ മഹർഷി നിർദ്ദേശിച്ചു. കാരണം സത്യുഗത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗം ധ്യാനയോഗമായി. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപം തന്നെയാണ് ധ്യാനിക്കേണ്ടത്.
ഏതെങ്കിലും ഭൗതിക വസ്തുവിനെയോ അല്ലെങ്കിൽ ശൂന്യതയെ ഒന്നും അല്ല ആരാധിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത്. ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള അതീന്ദ്രിയ രൂപത്തിനെ തന്നെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഭഗവാന്റെ രൂപവും ഇവിടെ വളരെ വ്യക്തമായി നാരദ മഹർഷി വർണ്ണിച്ചു കൊടുക്കുന്നുണ്ട്. ശ്രീല ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഇവിടെ നാരദ മഹർഷി വിശദീകരിക്കുന്ന വർണ്ണിക്കുന്ന ആ രൂപം ഭഗവാന്റെ ഒരു സാങ്കല്പിക രൂപമല്ല. ഭഗവാന്റെ ഇങ്ങനെ ഒരു രൂപം സങ്കല്പിച്ച് ആരാധിച്ചോളൂ എന്നല്ല പറയുന്നത്. അല്ലെങ്കിൽ ഭഗവാന്റെ ഏതെങ്കിലും ഒരു രൂപത്തിനെ ആരാധിക്കും. ഏത് രൂപത്തിനെ ആരാധിച്ചാലും ഭഗവാനെ ആരാധിക്കുന്നതിന് തുല്യമാണ് എന്നൊന്നും നാരദ മഹർഷി പറയുന്നില്ല. കാരണം നാരദ മഹർഷി ഭഗവാന്റെ രൂപം നേരിട്ട് കാണുന്ന വ്യക്തി. നാരദ മഹർഷിക്ക് ഏത് സമയവും വൈകുണ്ഠ ലോകങ്ങളിലേക്ക് പ്രവേശിക്കാം. അവിടെ ഭഗവാനുമായിട്ട് നേരിട്ട് സംവദിക്കുന്ന വ്യക്തിയാണ് നാരദ മഹർഷി. അതുകൊണ്ട് നാരദ മഹർഷി ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ ഏത് രൂപത്തിന് ആരാധിച്ചാലും ഭഗവാനെ ആരാധിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ പറയുന്നില്ല, അല്ലെ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ രൂപത്തിനെയും വ്യക്തിത്വത്തിനെയും നിഷേധിക്കുന്നത് പോലെ ആയിപ്പോ, അല്ലെ? നമ്മുടെ അച്ഛനെ, നിങ്ങളുടെ അച്ഛനെ നിങ്ങൾക്ക് ഏത് രൂപത്തിലും കാണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അംഗീകരിക്കുകയില്ല. കാരണം അച്ഛന് സ്വന്തമായിട്ടൊരു രൂപവും സ്വന്തമായിട്ട് നാമവും സ്വന്തമായിട്ട് വ്യക്തിത്വവും ഒക്കെയുള്ള വ്യക്തിയാണ്. അതേപോലെ തന്നെയാണ് എല്ലാവരുടെയും പിതാവായിട്ടുള്ള പരമപിതാവായിട്ടുള്ള ഭഗവാൻ. ഭഗവാന് സ്വന്തമായിട്ട് അതീന്ദ്രിയമായിട്ടുള്ള രൂപമുണ്ട്, അതീന്ദ്രിയമായിട്ടുള്ള സ്വഭാവമുണ്ട്, വ്യക്തിത്വമുണ്ട്, അതീന്ദ്രിയമായിട്ടുള്ള നാമവും. അപ്പോൾ ആ രൂപത്തിനെയും ആ നാമത്തിനെയും ആ വ്യക്തിത്വത്തിനെ തന്നെ നമ്മൾ ആരാധിച്ചാലേ ഭഗവാനെ ആരാധിക്കുന്നതിന് തുല്യമാവുകയുള്ളൂ. അപ്പോൾ ഭഗവാന്റെ ആ അതീന്ദ്രിയമായിട്ടുള്ള രൂപത്തിനെ കുറിച്ചാണ് ഇവിടെ നാരദ മഹർഷി വർണ്ണിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ 45-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. പ്രസാദാഭിമുഖം ശശ്വത് പ്രസന്നവദനേ ക്ഷണം സുനാസം സുഭ്രുവം ചാരു കപോലം സുരസുന്ദരം. ഭഗവാന്റെ ആ മുഖപത്മങ്ങൾ എപ്പോഴും പ്രസാദാഭിമുഖമാണ്. എപ്പോഴും അനുഗ്രഹം നൽകാൻ തയ്യാറായി നിൽക്കുന്ന ഭാവമാണ് ഭഗവാന്റേത്. പ്രസന്നവദനേഷം, ഭഗവാന്റെ മുഖം എപ്പോഴും പ്രസന്നമാണ്. പ്രസന്നമായ മുഖത്തോടു കൂടിയാണ് ഭഗവാൻ ഭക്തന്മാരുടെ മുന്നിൽ പ്രത്യക്ഷനാകുന്നത്. സുനാസം സുഭ്രുവം ചാരുകപോലം സുരസുന്ദരം. ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള നാസിക, ഭഗവാന്റെ മനോഹരമായിട്ടുള്ള പുരികക്കൊടികൾ, ഭഗവാന്റെ മനോഹരമായ മുഖാരം ഇന്ന് ദേവന്മാരെക്കാൾ, എല്ലാ ദേവന്മാരെക്കാളും സുന്ദരനായിട്ടുള്ള ഭഗവാന്റെ ആ മുഖപത്മത്തിനെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് പറഞ്ഞു. പിന്നീട് ഭഗവാന്റെ എല്ലാ അംഗങ്ങളെയും കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് നാരദ മഹർഷി. 46-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, തരുണം രമണീയാംഗം അരുണോഷ്ഠേക്ഷണാധരം പ്രണതാശ്രയണം നിമൃണം ശരണ്യം കരുണാർണവം. തരുണം, ഭഗവാന്റെ രൂപം, ഭഗവാന്റെ ശരീരം എപ്പോഴും തരുണമാണ് എന്ന് പറയാം. തരുണാവസ്ഥയിലാണ്. താരുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും യൗവനാവസ്ഥയാണ്. ഭഗവാൻ ഒരിക്കലും പ്രായമാകുന്നില്ല എന്ന് പറയും. ഭഗവാൻ എപ്പോഴും യൗവനാവസ്ഥയാണ്. അല്ലെ, ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്, ആദ്യം പുരാണ പുരുഷം നവയൗവനം ച. ഭഗവാൻ ഏറ്റവും പ്രായമുള്ള വ്യക്തിയാണെങ്കിലും ഭഗവാൻ ഏറ്റവും എപ്പോഴും യൗവനയുക്തനായിട്ടുള്ള വ്യക്തി കൂടിയും ആണ്. അപ്പൊ ഭഗവാന്റെ രൂപം എപ്പോഴും താരുണ്യമുള്ളതാണ്, തരുണം. രമണീയാംഗം, ഭഗവാന്റെ രൂപം രമണീയമാണ്. രമണീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ന്യൂനതയും ഇല്ലാത്തതാണ്. അല്ലെ, നമ്മൾ എത്ര സൗന്ദര്യമുള്ള ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാലും ഈ ഭൗതിക ശരീരത്തിൽ എന്തെങ്കിലും ഒരു ന്യൂനതയുണ്ടാകും, എന്തെങ്കിലും ഒരു കുറവുകളൊക്കെ ഉണ്ടാകും. അല്ലെ, ചിലപ്പോൾ മുടി കഷണ്ടിയായിരിക്കും, അല്ലെങ്കിൽ മുടി നരച്ചിരിക്കും, അല്ലെങ്കിൽ ഒരു കണ്ണ് കുറച്ച് ചെറുതായിരിക്കും, വലുതായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പം ഭൗതിക ശരീരത്തിനുണ്ടാകും. പക്ഷേ ഭഗവാന്റെ ശരീരത്തിൽ
നമ്മൾക്ക് ഒരു കുഴപ്പവും കണ്ടുപിടിക്കാൻ സാധിക്കും. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സൗന്ദര്യമുള്ള വ്യക്തിയാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാന്റെ ശരീരത്തിന് രമണീയ അംഗം എന്ന് പറയുന്നത്. രമണീയ അംഗം, ഒരു ഡിഫക്റ്റും ഇല്ലാത്ത, ഒരു ന്യൂനതയും ഇല്ലാത്ത അംഗങ്ങളാണ് ഭഗവാന്റെ ശരീരത്തിലുള്ളത്. ഭഗവാന്റെ ശരീരം രമണീയാംഗം അരുണോഷ്ഠേക്ഷണാധരം. ഭഗവാന്റെ ചുണ്ടുകൾ, ഭഗവാന്റെ ചുണ്ടുകളുടെ നിറമാണ് ഇവിടെ പറയുന്നത്. അരുണോഷ്ഠേ, ഉദിച്ചു വരുന്ന ആ സൂര്യന്റെ ഇളം ചുവപ്പ് നിറമാണ് ഭഗവാന്റെ ചുണ്ടുകൾക്കുള്ളത്. ഉദിച്ചു വരുന്ന ഇളം സൂര്യന്റെ ആ ചുവന്ന നിറമാണ് ഭഗവാന്റെ ചുണ്ടുകൾക്കുള്ളത്. അതേപോലെ തന്നെയാണ് ഭഗവാന്റെ കണ്ണുകൾക്കും എന്ന് പറയും. ഈക്ഷണാധരം, അധരം പോലെ തന്നെയാണ് ഭഗവാന്റെ കണ്ണുകളുടെ ഒരു കോണിൽ, അകത്തെ കോണിൽ ചുവന്ന നിറമുണ്ട്. ചുവന്ന നിറം അങ്ങനെ കണ്ണിനകത്തേക്ക് പടർന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഭഗവാന്റെ കണ്ണുകൾക്കും ചുണ്ടുകൾക്കും ഉദിച്ചു വരുന്ന ആ ഇളം സൂര്യന്റെ ചുവപ്പ് നിറമാണ് ഉള്ളത് എന്ന് പറയും. അരുണോഷ്ഠേക്ഷണാധരം പ്രണതാശ്രയണം നിമൃണം. പ്രണതാശ്രയണം, ആരാണോ ഭഗവാനെ ആശ്രയിക്കുന്നത് ആ വ്യക്തിയുടെ ശരണമാണ് ഭഗവാൻ. ആ വ്യക്തിക്ക് ശരണം നൽകുന്ന ആശ്രയസ്ഥാനമാണ് ഭഗവാൻ. നിമൃണം എന്ന് പറയുന്നത് എപ്പോഴും പ്രസാദാത്മകമാണ് ഭഗവാന്റെ രൂപം. ഭഗവാന്റെ മുഖാരവിന്ദങ്ങൾ കാണുന്ന സമയത്ത് വലിയ സന്തോഷം ഉണ്ടാകും. അതിനാണ് നൃമ്ണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ശരണ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് ഭഗവാനെ മാത്രമാണ് നമ്മൾക്ക് പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കാൻ സാധിക്കുന്നത്. ശരണം പ്രാപിക്കാൻ അർഹനായിട്ടുള്ള വ്യക്തി ഭഗവാനാണ്. കാരണം ശരണം പ്രാപിച്ചവനെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കാൻ സാധിക്കുന്നത് ഭഗവാൻ മാത്രമാണ്, അല്ലെ? നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, ഞാൻ ആരെയും ശരണം പ്രാപിക്കേണ്ട ആവശ്യമില്ല, ഞാൻ സ്വതന്ത്രമായിട്ട് ജീവിക്കാം എന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ജീവിതത്തിൽ തന്നെ പലരെയും ശരണം പ്രാപിച്ചാണ്, പലരെയും ഡിപ്പെൻഡ് ചെയ്താണ്, പലരെയും ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആരെയും ആശ്രയിക്കുകയില്ല എന്ന് പറഞ്ഞ് നമുക്ക് ജീവിക്കാൻ സാധിക്കും. നമ്മൾ പലരെയും ആശ്രയിക്കുന്നുണ്ട്, പല നിയമങ്ങളും സ്വാഭാവികമായിട്ടും അനുസരിക്കുന്നുമുണ്ട്. സമൂഹത്തിന്റെ നിയമങ്ങൾ, കുടുംബത്തിൽ ഉണ്ടാകുന്ന നിയമങ്ങൾ, കുടുംബത്തിൽ പരസ്പരം ആശ്രയത്വം, അതേപോലെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പലരെയും നമ്മൾ ആശ്രയിക്കുന്നു. ജോലി തരുന്ന ഉടമസ്ഥനെ നമ്മൾ ആശ്രയിക്കുന്നു, അവരെ നമ്മൾ സേവിച്ച് തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ആശ്രയതത്വവും സേവനതത്വവും ഒക്കെ ഈ ഭൗതിക ലോകത്തുമുണ്ട്. ആരെയും ആശ്രയിക്കാതെയും ഒരു സേവനം ചെയ്യാതെയും നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ സേവനം സ്വീകരിക്കാനും നമ്മുടെ ആശ്രയത്വം സ്വീകരിക്കാനും ഏറ്റവും യോഗ്യനായിട്ടുള്ള വ്യക്തി ഭഗവാനാണ്. ശരണ്യം, അതുകൊണ്ടാണ് ഭഗവാനെ ശരണ്യം എന്ന് പറയുന്നത്. ഭഗവാനെ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകാനും പൂർണ്ണ സംതൃപ്തി നൽകാനും ഭഗവാന് സാധിക്കും. മറ്റുള്ളവർക്ക് അതിന് സാധിക്കുന്നില്ല. ഭൗതിക ലോകത്തും നമ്മൾ പലരെയും സേവിക്കുന്നുണ്ട്, പലരെയും ആശ്രയിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള പൂർണ്ണ സംതൃപ്തിയും സന്തോഷവും പൂർണ്ണ സംരക്ഷണവും നൽകാൻ അവർക്ക് ആർക്കും സാധിക്കുകയില്ല, അല്ലെ? സമൂഹത്തിലുള്ളവർക്കോ കുടുംബത്തിലുള്ളവർക്കോ ഗവൺമെന്റിനോ ഒന്നും നമ്മളെ സംരക്ഷിക്കാൻ സാധിക്കുകയില്ല, അല്ലെ? നമ്മൾ ഗവൺമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾക്ക് അപകടം സംഭവിക്കാതിരിക്കുന്നില്ല. ഏത് നിമിഷവും എന്ത് അപകടം സംഭവിക്കാം. അതിൽ നിന്നും ഒന്നും ആർക്കും ഒരു സംരക്ഷണം നൽകാൻ സാധിക്കുന്നില്ല. പക്ഷെ ഭഗവാന് നമ്മളെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഭഗവാനെ ഇവിടെ ശരണ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ കരുണാർണവം, ഭഗവാൻ ഏറ്റവും കാരുണ്യമുള്ള വ്യക്തിയാണ്. ഭഗവാന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് കാരുണ്യം. തന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ജീവാത്മാക്കളോടും, തന്റെ മക്കളായിട്ടുള്ള എല്ലാ ജീവാത്മാക്കളോടും ഏറ്റവും കാരുണ്യമുണ്ട്.
തന്നെ അനുസരിക്കാത്ത ജീവാത്മാക്കളോട് പോലും ഭഗവാന് കാരുണ്യമുണ്ട്. അല്ലെ, ഈ ഭൗതിക ലോകത്ത് മുഴുവൻ ഭഗവാനെ അനുസരിക്കാത്ത ജീവാത്മാക്കളാണ്. ചരശ്ചാക്ഷര ഏവച എന്ന് ഭഗവത്ഗീതയിൽ പറയും. ചരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ വിട്ട് ഭഗവാനെ അനുസരിക്കാതെ ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്ന ജീവാത്മാക്കളാണ്. അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ അനുസരിച്ചുകൊണ്ട് എപ്പോഴും ഭഗവാന്റെ കൂടെ ആത്മീയ ലോകത്തിൽ, വൈകുണ്ഠ ലോകത്തിൽ താമസിക്കുന്ന ജീവാത്മാക്കൾ. അപ്പോൾ ഭഗവാന് തന്നെ അനുസരിക്കാത്ത ജീവാത്മാക്കളോട് കൂടി കാരുണ്യമുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്നത്. ഭഗവാൻ ഈ ഭൗതിക ലോകത്തിലേക്ക് വരേണ്ട യാതൊരു ആവശ്യമില്ല. അജോബിസൻ അവ്യയാത്മ, ഞാൻ ഒരിക്കലും ജനിക്കാത്ത വ്യക്തിയാണ്. പക്ഷേ ഞാൻ ജീവാത്മാക്കളോടുള്ള കാരുണ്യം കൊണ്ടുവരും. സംഭവാമി ആത്മമായ, അവരോടുള്ള കാരുണ്യം കൊണ്ടാണ് ഞാൻ എന്നെ അനുസരിക്കാത്ത ജീവാത്മാക്കളുള്ള ഈ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ കാരുണ്യ ആർണവം, കാരുണ്യ സിന്ധു, കാരുണ്യത്തിന്റെ സമുദ്രമാണ് ഭഗവാൻ. ഒരുപാട് തെറ്റുകള് ജീവാത്മാവ് ഭഗവാന് എതിർത്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് ഭഗവാന് ശരണം പ്രാപിക്കുന്ന ഏത് പാപിയായിട്ടുള്ള ജീവാത്മാവിനോടും ഭഗവാൻ ക്ഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ആർക്ക് വേണമെങ്കിലും എന്നെ ശരണം പ്രാപിക്കാം. ശരണം പ്രാപിച്ചവരുടെ എല്ലാം പാപം ഭഗവാൻ ഇല്ലാതാകും. അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുജ. അതുവരെ ഭഗവാനെതിരെ ആ ജീവാത്മാവ് എന്തെല്ലാം ചെയ്തു എന്നൊന്നും ഭഗവാൻ കണക്കാക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ കാരുണ്യ അർണവമായിട്ട്, കാരുണ്യത്തിന്റെ സമുദ്രമായിട്ട് പറഞ്ഞിരിക്കുന്നു. ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം ശംഖചക്രകഥാപത്മൈ അഭിവ്യക്ത ചതുർഭുജം. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിസ്തരണമായിട്ടുള്ള നാരായണ രൂപത്തെ കുറിച്ചാണ് നാരദ മഹർഷി ധ്രുവ മഹാരാജാവിന് പറഞ്ഞു കൊടുത്തത്. അല്ലെ, ഭഗവാൻ വാസുദേവനെ ആരാധിക്കണമെന്നാണ് പറഞ്ഞത്. വാസുദേവനും ഭഗവാന്റെ ഒരു വിസ്തരണമാണ്, ചതുർഭുജ വിസ്തരണമാണ്, ശംഖചക്ര കഥാപത്മങ്ങൾ എന്തിയിട്ടുള്ള വിസ്തരണമാണ്. ഇവിടെ നാരായണ രൂപമാണ് വർണ്ണിക്കുന്നത് എന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. നാരായണ രൂപമാണ് വൈകുണ്ഠ ലോകങ്ങളെ നിയന്ത്രിക്കുന്നത്. ഭൗതിക ലോകത്തിലേക്ക് ഭഗവാൻ വരുന്ന സമയത്താണ് വിഷ്ണു എന്നുള്ള പേര് ലഭിക്കുന്നത്. ഭൗതിക ലോകത്തിൽ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഭഗവാന് വിഷ്ണു, വ്യാപ്നോതി ഇതി വിഷ്ണു എന്ന് പറയുന്നത്. അതേ വിഷ്ണു വൈകുണ്ഠത്തിൽ ഇരിക്കുമ്പോൾ ഉള്ള പേരാണ് നാരായണൻ എന്ന് പറയുന്നത്. അപ്പൊ നാരായണ രൂപമാണ് ഇവിടെ നാരദ മഹർഷി വർണ്ണിക്കുന്നത്. ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം. ഭഗവാന്റെ ശ്രീവത്സ മുദ്രയുണ്ട്. ഭാഗ്യദേവതയായിട്ടുള്ള ലക്ഷ്മി ദേവി വസിക്കുന്ന ഭാഗമാണ് ശ്രീവത്സം എന്ന് പറയുന്നത്. ശ്രീവത്സാംഗം ഭഗവാന്റെ ശരീരത്തിൽ മാത്രമേ വൈകുണ്ഠത്തിൽ അത് കാണാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരെല്ലാവരും ശംഖചക്ര കഥാപത്മങ്ങൾ ഏന്തിയിട്ടുള്ളവരാണെങ്കിലും ഭഗവാന്റെ ശരീരത്തിൽ മാത്രമേ ശ്രീവത്സമുള്ളൂ. കാരണം ലക്ഷ്മി ദേവി വസിക്കുന്നുള്ളൂ. ശ്രീവത്സാംഗം ഘനശ്യാമം, ഭഗവാന്റെ നിറമാണ് ഘനശ്യാമം എന്ന് പറയും. കടുത്ത നീല നിറമാണ്. കടുത്ത നീല നിറമുള്ള താമരപ്പൂവ് അല്ലെങ്കിൽ ആമ്പൽപ്പൂവ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ കടും നീല നിറമുള്ള ആമ്പൽപ്പൂവിന്റെ നിറമാണ് ഭഗവാൻ നാരായണന്റെ ശരീരത്തിനുള്ളത് എന്ന് പറയും. നാരായണന്റെ ശരീരത്തിന്റെ നിറത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഘനശ്യാമം, കടുത്ത നീല നിറമാണ് ഭഗവാനുള്ളത്. പുരുഷം, ഭഗവാൻ പുരുഷനാണ്, അല്ലെ, ഭഗവാൻ ഒരു വ്യക്തിയാണ്. ഭഗവാൻ പുരുഷ രൂപമാണ്, സ്ത്രീ രൂപമല്ല, അല്ലെ. ഭഗവാൻ ഏത് രൂപത്തിലും ആരാധിക്കാം എന്ന് നാരദ മഹർഷി പറയുന്നില്ല. പുരുഷ രൂപത്തിലുള്ള ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ പുരുഷനാണ്, ഒരു വ്യക്തിയാണ്. വനമാലിനം, ഭഗവാന്റെ കഴുത്തിൽ വനത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പൂക്കൾ ചേർത്തിട്ടുള്ള മാല അണിഞ്ഞിട്ടുണ്ട്. വനമാലിനം ശംഖചക്രഗതാപദ്മേരഭിവ്യക്ത ചതുർഭുജം. ഭഗവാന്റെ 4 കരങ്ങളിൽ യഥാക്രമം താഴത്തെ ഇടത്തുകൈ മുതൽ മുകളിലോട്ട് ശംഖചക്രഗതാപത്മങ്ങൾ ഏന്തിയിട്ടുണ്ട് എന്ന് പറയും. ശംഖചക്രഗതാപത്മങ്ങൾ ഓരോ കരങ്ങളിലും മാറി മാറി ഭഗവാൻ
ധരിക്കുന്ന സമയത്ത് ഭഗവാന് വ്യത്യസ്തമായിട്ടുള്ള നാമങ്ങളുണ്ട്. ഓരോ നാമത്തിനും ശംഖചക്ര ഗദാപത്മങ്ങളുടെ ഓർഡർ, അതിന്റെ ക്രമം വ്യത്യസ്തമായിരിക്കും. ഇവിടെ നാരായണ രൂപത്തിലുള്ള ഭഗവാന്റെ കൈകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ശംഖചക്ര ഗദാപത്മയെ അഭിവ്യക്ത ചതുർഭുജം. അപ്പോൾ ആ ചതുർഭുജ നാരായണ രൂപം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിസ്തരണം തന്നെയാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ശരീരത്തിൽ തന്നെ നാരായണ രൂപം അർജുനന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നാരായണ രൂപം വരുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ ആദിനാരായണൻ എന്ന് പറയും. നാരായണ രൂപങ്ങളുടെയൊക്കെ ഒറിജിൻ, ഉറവിടം ഭഗവാൻ തന്നെയാണ്. കിരീടിനം കുണ്ടലിനം കേയൂരവലയാന്വിതം കൗസ്തുഭാഭരണ ഗ്രീവം പീതകൗശേയവാസസം. ഭഗവാൻ സ്വർണം കൊണ്ട് നിർമ്മിച്ച രത്നങ്ങൾ പതിച്ച കിരീടം ധരിച്ചിട്ടുണ്ട്. കുണ്ടലിനം, മുത്തുകൾ പതിച്ച കർണാഭരണം, കുണ്ടലം ധരിച്ചിട്ടുണ്ട്. കേയൂരവലയാന്വിതം, കേയൂരം എന്ന് പറയുന്നത് കഴുത്തിൽ അണിയുന്ന സ്വർണ്ണാഭരണമാണ്. സ്വർണം കൊണ്ട് നിർമ്മിച്ച, രത്നങ്ങളെ കൊണ്ട് നിർമ്മിച്ച, രത്നങ്ങൾ പതിപ്പിച്ച കണ്ഠാഭരണം, കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണം. കേയൂര വലയാന്വിതം. വലയം എന്ന് പറയുന്നത് കയ്യിലുള്ള വളകളാണ്. കയ്യിലുള്ള സ്വർണത്തിന്റെ കാപ്പുകൾ, തിളങ്ങുന്ന സ്വർണത്തിന്റെ കാപ്പുകൾ അണിഞ്ഞിട്ടുണ്ട്. കൗസ്തുഭാഭരണ ഗ്രീവം, കഴുത്തിൽ കൗസ്തുഭരത്നം ഭഗവാൻ അണിഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ കഴുത്തിൽ മാത്രം കാണുന്ന പ്രത്യേക രത്നമാണ് കൗസ്തുഭരത്നം എന്ന് പറയുന്നത്. കൗസ്തുഭാഭരണ ഗ്രീവം പീതകൗശേയവാസസം. ഭഗവാൻ ധരിച്ചിട്ടുള്ളത് തിളങ്ങുന്ന മഞ്ഞപ്പട്ട് ആണ് ഭഗവാൻ ധരിച്ചിട്ടുള്ളത്. പീതകൗശേയവാസസം. കാഞ്ചീ കലാപപര്യസ്തം ലസത്കാഞ്ചനനൂപുരം ദർശനീയതമം ശാന്തം മനോനയനവർദ്ധനം. കാഞ്ചീ കലാപപര്യസ്തം, സ്വർണത്തിന്റെ ചെറിയ ചെറിയ മണികൾ കോർത്ത് ഇണക്കിയ ഭഗവാന്റെ അരപ്പട്ട, സ്വർണത്തിന്റെ അരപ്പട്ട ധരിച്ചിട്ടുണ്ട്. കാഞ്ചീ കലാപപര്യസ്തം ലസത് കാഞ്ചന നൂപുരം. ലസത് കാഞ്ചന നൂപുരം, സ്വർണം കൊണ്ട് നിർമ്മിച്ച പാദസരം. ഭഗവാൻ പാദസരം അണിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കാലിൽ ചെറിയ ചിലങ്ക, സ്വർണത്തിന്റെ ചിലങ്ക അണിഞ്ഞിട്ടുണ്ട്. അതും സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണ്. ദർശനീയതമം ശാന്തം. ഭഗവാന്റെ രൂപം ശാന്തഗംഭീരമാണ്. അതേപോലെ ദർശനീയതമം എന്ന് പറഞ്ഞിരിക്കുന്നു. ദർശനീയതമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഭഗവാന്റെ രൂപം. അല്ലെ, അതിന്റെ അപ്പുറത്തേക്കൊന്നും കാണാനില്ല. ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അതീന്ദ്രിയ സുന്ദരമായിട്ടുള്ള രൂപം ദർശിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള കാഴ്ചയാണ് ഭഗവാന്റെ രൂപം. ദർശനീയ തമം ശാന്തം മനോനയനവർദ്ധനം. ആ ഭഗവാന്റെ രൂപം കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലും കണ്ണുകളിലും വലിയ ആനന്ദം ഉണ്ടാകും. മനോനയനവർദ്ധനം. അതിനേക്കാൾ അപ്പുറം ഒരു കാഴ്ചയില്ല എന്നാണ് പറയുന്നത്. പിന്നീട് ഭഗവാന്റെ പാദങ്ങളെ കുറിച്ചാണ് അടുത്ത 50ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പദ്ഭ്യാം നഗമണി ശ്രേണ്യ വിലസദ്ഭ്യാം സമർച്ചതാം പത്മകർണികാധിഷ്ണ്യം ആക്രമ്യാത്മന്യവസ്ഥിതം. ഭഗവാന്റെ പാദങ്ങളിലെ നഖങ്ങൾ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതാണ് എന്ന് പറയും. ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതാണ്. പദ്ഭ്യാം നഗമണി ശ്രേണ്യം, പ്രകാശം പരത്തുന്നതാണ് ഭഗവാന്റെ നഖങ്ങൾ. ആ നഖങ്ങളിലെ പ്രകാശം കൊണ്ട് ഭഗവാന്റെ പാദം മുഴുവൻ പ്രകാശിക്കുന്നു എന്ന് പറയും. വിലസദ്ഭ്യാം സമർച്ചത. ഭഗവാന്റെ പാദം പ്രകാശിക്കുന്നുണ്ട്. ആ പ്രകാശം എവിടുന്നാണ് വരുന്നത്? ഭഗവാന്റെ ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന നഖങ്ങളിൽ നിന്നാണ് ആ പ്രകാശം വരുന്നത്. ഈ ഒരു രൂപമാണ് യോഗിമാർ അവരുടെ ഹൃദയപത്മത്തിൽ, പത്മകർണികാധിഷ്ണ്യം, അവരുടെ ഹൃദയപത്മത്തിൽ ധ്യാനിക്കുന്നത് എന്ന് പറയും. യോഗിമാർ അവരുടെ ഹൃദയത്തിൽ ഒരു പത്മത്തിനെ ധ്യാനിക്കും, ഒരു താമരയെ. ആ താമരയിൽ ഭഗവാൻ നിൽക്കുന്നതായിട്ടാണ് അവർ ധ്യാനിക്കുന്നത്. ശംഖചക്ര ഗദാപത്മങ്ങളെ എന്തിയിട്ടുള്ള ചതുർഭുജ നാരായണ രൂപത്തെയാണ് യോഗിമാർ ധ്യാനിക്കുന്നത്.
അപ്പൊ ഇതാണ് യഥാർത്ഥത്തിലുള്ള ധ്യാന വിഷയം. ഒരു വ്യക്തി ധ്യാനിക്കേണ്ടത്, ധ്യാനയോഗത്തിലൂടെ പരിശീലിക്കേണ്ടത് ഭഗവാന്റെ ചതുർഭുജ നാരായണ രൂപത്തിന്റെ ആ രൂപമാണ് ധ്യാനിക്കേണ്ടത് എന്ന് പറയും. വീണ്ടും അടുത്ത ശ്ലോകങ്ങളിൽ ആ ഭഗവാനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, ഭഗവാൻ എങ്ങനെയാണ് അർച്ചന ചെയ്യേണ്ടത്, ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടത്, എങ്ങനെയാണ് ഭഗവാന്റെ രൂപം നിർമ്മിക്കേണ്ടത്, എന്തെല്ലാം അർച്ചനകളാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം വ്രതങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത് എന്നെല്ലാം വിശദമായി നാരദ മഹർഷി ധ്രുവ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. നമുക്ക് നാമം ജപിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. മഹാരാജ് ജപിച്ചു. ഹരേ കൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ